അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അത്തീഉല്ലാഹ വർ-റസൂൽ فإن تولوا فإن الله لا يحب الكافرين. നാം സത്യവിശ്വാസികൾ ജീവിതത്തിൻ്റെ മേഖലയിലും വിശ്വാസം നെഞ്ചേറ്റി ജീവിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 5 നേരത്തെ പ്രതിജ്ഞയിൽ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് പ്രതിജ്ഞ ചെയ്യുന്നയാളുകൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും അചഞ്ചലമായ ഈമാനിനെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നാം ബദ്ധശ്രദ്ധരാവുകയും അതോടൊപ്പം വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും കുഫ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടവരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ 32-ാമത്തെ വചനമായി അള്ളാഹു നമ്മെ പഠിപ്പിച്ച ഒരു സൂക്തമാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് ഖുൽ അത്തീഉല്ലാഹ് വ അത്തീഉർ റസൂൽ. കുൽ നബിയെ താങ്കൾ പറയുക, അത്തീഉല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം, വർ-റസൂല അള്ളാഹുവിൻ്റെ ദൂതരെയും അനുസരിച്ച് ജീവിക്കണം. ആ അനുസരിച്ച് ജീവിക്കുന്നതിൽ ഏതെങ്കിലും നിലയിൽ ഫഇൻ തവല്ലൗ നിങ്ങൾ അതിന് തയ്യാറല്ലാതെ പിന്മാറിക്കളയുകയാണെങ്കിൽ, പിന്തിരിയുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല എന്നതാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാസനകൾ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം അതിനനുസൃതമായി അള്ളാഹുവിൻ്റെ റസൂല് എന്തൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ അക്കാര്യങ്ങൾ കൂടി അംഗീകരിക്കുവാനും അനുസരിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും രൂപത്തിൽ അതിൽ നിന്ന് നാം പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസികൾ മുഅ്മിനുകൾ എന്ന ആ വൃത്തത്തിൽ നിന്നാണ് നാം പുറത്തു പോവുക. അത് കുഫ്റിലേക്കാണ് നമ്മെ നയിക്കുക. അത്തരം കുഫ്റിൽ അധിഷ്ഠിതമായ സത്യനിഷേധത്തിൽ അധിഷ്ഠിതമായ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയില്ല. അത്തരം കാഫിരീങ്ങളായ ആളുകളെ, സത്യനിഷേധികളെ അള്ളാഹു തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന തുറന്ന പറച്ചിലാണ് അള്ളാഹു ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ വ്യക്തമാക്കുകയുണ്ടായി, അജ്മഅ കുല്ലുൽ അംബിയാ അലൈഹിമുസ്സലാം അല അന്ന ഇബാദത ഗൈരില്ലാഹ് കുഫ്റുൻ സവാഉൻ ഇഅ്തഖദ ഫി ദാലിക്കൽ ഗൈർ കൗനുഹു ഇലാഹൻ ലിൽ ആലം ഔ യുഅ്തഖദു ഫീഹി അന്ന ഇബാദതഹു തുഖർരിബുഹും ഇലല്ലാഹ്. വിശദമായി പറയേണ്ടതില്ല. എന്താണ് മനുഷ്യനെ കുഫ്റിലേക്ക് നയിക്കുന്നത്? ഒരാൾ വേറൊരു അള്ളയുണ്ട് എന്ന് പറയേണ്ടതില്ല. അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് നൽകിയാൽ തന്നെ അത് കുഫ്റായി പോകും. അതുപോലെ തന്നെ ചെറിയ കുഫറുണ്ട്, വലിയ കുഫറുണ്ട്. കുഫറിൻ്റെ പല അവാന്തര വിഭാഗങ്ങളും മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.